Hi everyone, welcome back to my channel Moshe's English. In this video, we are going to learn question tags. ഇത് വളരെ ഈസി ആയ ഒരു ഗ്രാമർ പാർട്ടാണ്. നമുക്ക് മാർക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാമർ പാർട്ടാണ് ഈ ക്വസ്റ്റ്യൻ ടാഗ്സ്. അപ്പോൾ നമുക്ക് തുടങ്ങാലോ അല്ലേ? ഞാനിവിടെ പറഞ്ഞ അല്ലേ എന്നുള്ളൊരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ ടാഗ്സ്. A question tag is a short question that comes after a statement. ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ let's begin. Shall we? Shall we is the question tag. So let's get started. നമ്മുടെ നോർമൽ കോൺവെർസേഷനിൽ നമ്മൾ ആണോ അല്ലേ ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് ശ്രദ്ധ ആകർഷിക്കാനായിട്ട് നമ്മൾ ചോദിക്കുന്ന ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ടാഗ്. ഫോർ എക്സാമ്പിൾ, യു ആർ വാച്ചിങ് ദ ക്ലാസ്, ആർന്റ് യു? ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്, ഇസ്ന്റ് ഇറ്റ്? നമ്മളിത് പറയുമ്പോൾ ഒരു റൈസിംഗ് ടോണിൽ വേണം പറയാൻ. ലാസ്റ്റ് വന്ന ആർന്റ് യു, ഇസ്ന്റ് ഇറ്റ് ഇങ്ങനെയുള്ള വേർഡ്സുകളാണ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്സിലറി വെർബും സബ്ജക്റ്റൂടെ ചേർത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാം. Look at these examples. First one, we are learning, aren't we? Next, Mary is not here, is she? ഇവിടെ ലാസ്റ്റ് ഇരിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇനി ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ചില റൂൾസുകൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഓക്സിലറി വെർബോ ഹെൽപ്പിംഗ് വെർബ് ആണ്. ഓക്സിലറി വെർബ് അറിയാമെന്ന് വിചാരിക്കുന്നു. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ് എക്സെട്ര. ഇതിനെയാണ് ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ടാഗ്സിലെല്ലാം ഒരു ഓക്സിലറി വെർബ് ഉണ്ടാവും. പിന്നീട് സബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്ട് പ്രോനൗൺ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്സിലറി വെർബും സബ്ജക്റ്റും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ആയി. നെക്സ്റ്റ് നോക്കേണ്ട സെന്റൻസ് അഫർമേറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ഈ പോസിറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന സെന്റൻസിൽ എങ്ങും നോട്ടോ അല്ലെങ്കിൽ നോട്ടെന്ന് മീനിങ് വരുന്ന വേർഡ്സുകളൊന്നും കാണത്തില്ല. അപ്പോൾ ആ സെന്റൻസ് പോസിറ്റീവ് ആയിരിക്കും. ഈ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അതിൽ നോ, നോട്ട്, നെവർ ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ ഉണ്ടാകാം. അങ്ങനെ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. If the sentence is positive, the tag will be negative. If the sentence is negative, the tag will be positive. ഇതാണ് അതിന്റെ മെയിൻ റൂള്. ലാസ്റ്റ് വൺ, പ്രോനൗൺ. സെന്റൻസിൽ മെയിൽ നെയിംസ് ആണെങ്കിൽ ഹി എന്നുള്ള പ്രോനൗൺ യൂസ് ചെയ്യുക. ഫീമെയിൽ നെയിംസ് ആണെങ്കിൽ ഷീ എന്നുള്ള പ്രോനൗൺ യൂസ് ചെയ്യുക. ഇനി അതിൽ ഒബ്ജക്ട്സ് ആണെങ്കിൽ അവിടെ ഇറ്റ്, പ്ലൂറൽസ് ഒക്കെ വരുവാണെങ്കിൽ ദേ ഇങ്ങനെയുള്ള പ്രോനൗൺസ് യൂസ് ചെയ്യുക. ഇത്രയുമാണ് ബേസിക് റൂൾസ്. Look at the question. We are learning, aren't we? ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം ഒരു കോമ, ദെൻ ബ്ലാങ്ക്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെയാണ് നോർമലി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാനായിട്ട് ചോദിക്കാറുള്ളത്. ഇനി നോക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഇവിടെ നോട്ടോ അങ്ങനെയുള്ള വേർഡ്സുകളൊന്നും ഇല്ലാത്തത് കാരണം ഫസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മേരി ഈസ് നോട്ട് ഹിയർ. ഇവിടെ നോട്ട് വന്നിട്ടുണ്ട്, സോ ഈ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ട ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി വെർബ് ആർ ആണ്, ആർ. നെക്സ്റ്റ് നോക്കേണ്ടത് സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റ് വി. ഇവിടെ പ്രോനൗൺ തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആറിന്റെ കൂടെ ഒരു നോട്ടോടെ ചേർക്കുക. നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഈ ആർ നോട്ട് അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ ഇൻറ്റ്. ആർ നോട്ട് എന്ന് ഫുൾ എഴുതരുത്, കൺട്രാക്ഷൻ ആണ്. ആർ ഇൻറ്റ് എന്നുള്ള ഷോർട്ട് ഫോം യൂസ് ചെയ്യുക, ആർ ഇൻറ്റ് വി. ഈസി ആയിട്ട് ആൻസർ കിട്ടി. ആർ എഴുതി, അതിനോട് നോട്ട് ആഡ് ചെയ്തു, ദെൻ വി, ആർ ഇൻറ്റ് വി. ദിസ് ഇസ് ദ ടാഗ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേരി ഈസ് നോട്ട് ഹിയർ. ഇവിടെ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്, നോട്ട് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ നമ്മുടെ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല, ആൻസർ കിട്ടി. ഈസ് മേരി എന്നുള്ളതിന്റെ പ്രോനൗൺ. മേരി ഫീമെയിൽ നെയിം ആയതുകൊണ്ട് ഷീ. ആൻസർ ഈസ് ഷീ. Now let's solve these questions. First one, he is a singer. Second one, you can swim. Last one, this meal is tasty. ഫസ്റ്റ് നമ്മുടെ റൂൾ ഓർക്കുക, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പോസിറ്റീവ് ആണ്, നോട്ടോ അതുമായി റിലേറ്റ് ചെയ്ത് ഒരു വേർഡ്സും ഇല്ല. ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്കറിയാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആകുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർക്കുക. ഫസ്റ്റ് വൺ, ഹി ഈസ് എ സിംഗർ. ഓക്സിലറി വെർബ് ഈസ്, പ്രോനൗൺ ഹി. ടാഗ് ഈസിന്റെ കൂടെ നോട്ടോടെ ചേർക്കുക, isn't he. നെക്സ്റ്റ് വൺ, യു ക്യാൻ സ്വിം. ഇവിടെ മോഡൽ ഓക്സിലറി ക്യാൻ ഉണ്ട്, യു ഉണ്ട്. ആൻസർ കാൺട്ട് യു.
ലാസ്റ്റ് വൺ, ദിസ് മീൽ ഈസ് ടേസ്റ്റി. ഇവിടെ ഈസ് ഓക്സിലറി വേർബ് ഉണ്ട്. ദിസ് മീൽ, ഇതിന് നമുക്ക് ഇറ്റ് എന്നുള്ള പ്രോനൗൺ കൊടുക്കാം. സോ ദ ആൻസർ isn't it. ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പോസിറ്റീവ് ആയിരുന്നു, ടാഗ്സ് എല്ലാം നെഗറ്റീവ്. Look at these sentences. He is not an actor. She can rarely come. ഇവിടെ ഈ രണ്ട് സെന്റൻസും നെഗറ്റീവ് ആണ്. ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ നോട്ട് എന്നുള്ള നെഗറ്റീവ് വേർഡ് ഉണ്ട്, സെക്കൻഡ് സെന്റൻസിൽ റെയർലി എന്നുള്ള നെഗറ്റീവ് വേർഡ് ഉണ്ട്. ഇവിടെ കുറച്ച് നെഗറ്റീവ് വേർഡ്സുകൾ എഴുതിയിട്ടുണ്ട്. നോ, നോട്ട്, നെവർ, neither, none, no one, little, few, hardly, scarcely, barely, etc. ഈ വേർഡ്സുകളൊക്കെ വന്നാൽ സെന്റൻസ് നെഗറ്റീവ് ആവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിറ്റിൽ, ഫ്യൂ നെഗറ്റീവ് ആണ്. എന്നാൽ എ ലിറ്റിൽ, ദ ലിറ്റിൽ, എ ഫ്യൂ വന്നു കഴിഞ്ഞാൽ സെന്റൻസ് പോസിറ്റീവ് ആയിരിക്കും. അത് ചിലപ്പോൾ കൺഫ്യൂസിങ് ആവുന്നതാണ്, ശ്രദ്ധിച്ചു വെച്ചോളുക. അപ്പോൾ ഇവിടെ ടാഗിൽ നമ്മൾ നോട്ട് ചേർക്കേണ്ടതില്ല. അപ്പോൾ ഈസി ആയിട്ട് ആൻസർ എഴുതാം. ഫസ്റ്റ് ഓക്സിലറി വെർബ് കണ്ടെത്തുക, ഈസ്, ദെൻ പ്രോനൗൺ. ആൻസർ ഈസ് ഹി. നെക്സ്റ്റ്, ഷീ ക്യാൻ റെയർലി കം. ഓക്സിലറി, മോഡൽ ഓക്സിലറി ആണ് ക്യാൻ, പ്രോനൗൺ ഷീ. ആൻസർ ക്യാൻ ഷീ. വെരി സിമ്പിൾ. Some more examples. They play cricket, he plays cricket, we played cricket. ഈ സെന്റൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്സിലറി വേർബ്സ് ഒന്നും കാണാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഓക്സിലറി വേർബ്സ് കണ്ടെത്തിയാലേ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പറ്റും. ഈ മൂന്ന് സെന്റൻസിലും ഓക്സിലറി വേർബ്സ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ മെയിൻ വേർബ് കണ്ടെത്തുക. ഇവിടെ മെയിൻ വേർബ്സിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലേ, പ്ലേസ്, പ്ലേറ്റ്. ഇനി നമ്മൾ ഈ മെയിൻ വേർബിൽ നിന്ന് ഓക്സിലറി വേർബ് കണ്ടെത്തുക. അതായത് വേർബിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയും. ഏതൊരു വേർബിനും ബേസിക് ഫോംസ് ആയ ഡു, ഡസ്, ഡിഡ്, ഇങ്ങനെ മൂന്ന് ഫോംസ് ഉണ്ട്. ഫസ്റ്റ് പ്ലേ. പ്ലേ എന്ന് പറയുമ്പോൾ ഡു ഫോം ആണ്, പ്ലേ. ദെൻ പ്ലേസ്, ഡസ് ഫോം ആണ്, പ്ലേസ്. ദെൻ പ്ലേഡ്, പ്ലേഡ് ഡിഡ് ഫോം ആണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സിൽ ഓക്സിലറി വേർബ്സ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മെയിൻ വേർബ് എടുക്കുക, അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്നത് ഡു പ്ലസ് പ്ലേ, പ്ലേ. ഡസ് പ്ലസ് പ്ലേ, പ്ലേസ്. ഡിഡ് പ്ലസ് പ്ലേ, പ്ലേറ്റ്. മൂന്ന് വേർബ് ഫോംസിനെ പ്ലേ, പ്ലേസ്, പ്ലേറ്റ്. ഇത് നമുക്ക് എല്ലാ വേർബ്സിനും സ്പ്ലിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ റൈറ്റ്, റൈറ്റ്സ്, റോട്ട്. റൈറ്റ്, ഡു പ്ലസ് റൈറ്റ്, റൈറ്റ്സ്, ഡസ് പ്ലസ് റൈറ്റ്, റോട്ട്, ഡിഡ് പ്ലസ് റൈറ്റ്. ഞാൻ ഇതിനു മുമ്പ് വേർബ് സ്പ്ലിറ്റിംഗിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക, ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വേർബ് സ്പ്ലിറ്റ് ചെയ്ത് ഡു, ഡസ്, ഡിഡ്. ഇനി വേർബ് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഓക്സിലറി വേർബ്സ് കണ്ടെത്തി. പ്ലേ, ഓക്സിലറി വേർബ് ഡു, പ്ലേസ്, ഡസ്, പ്ലേഡ്, ഡിഡ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ടാഗ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് എല്ലാം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഫസ്റ്റ് വൺ, do, they. Answer, don't, they. Second one, doesn't, he. Last one, didn't, we. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസിക് ഫോംസ് മാത്രമാണ് പഠിച്ചത്. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ടാഗിന്റെ സ്പെഷ്യൽ കേസ് വരുന്ന ഒരു ക്ലാസ് കൂടിയുണ്ട്. അത് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. താങ്ക് യു.